ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രാറ്റുവിറ്റി എന്ന ഒരു ടേമിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന വലിയ ഒരു തുകയാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയപ്പെടുന്നത്. ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്, ഒരു എംപ്ലോയിയുടെ ജോലി ചെയ്ത കാലയളവ് പരിഗണിച്ചുകൊണ്ട് റിട്ടയർമെൻറ്റ് നടത്തുന്ന സമയത്ത് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു തുകയാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഈ ഗ്രാറ്റുവിറ്റി ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി. സാലറി എന്ന ഹെഡിലാണ് ഗ്രാറ്റുവിറ്റി ടാക്സബിൾ ആവുന്നത്. എന്നാൽ എൻ്റയർ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ടാക്സബിൾ അല്ല. ബേസ്ഡ് ഓൺ സം റൂൾസ്, പോർഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി ഈസ് ടാക്സബിൾ. അപ്പോൾ ആ ഒരു റൂള് പഠിച്ചിട്ട് നമ്മൾ തീരുമാനിക്കണം ഗ്രാറ്റുവിറ്റി ടാക്സബിൾ ആണോ, സാലറി ഇൻകത്തിൽ ഇൻക്ലൂഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റൂൾസ് ഓഫ് ഗ്രാറ്റുവിറ്റി നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നുള്ളതാണ്. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ദ ഹോൾ ഓഫ് ദ ഗ്രാറ്റുവിറ്റി ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എൻ്റയർ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഈ ഗ്രാറ്റുവിറ്റിക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല, സാലറി ഇൻകത്തിൽ ഇൻക്ലൂഡ് ആവുന്നില്ല. എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ, ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയുമ്പോൾ ലോക്കൽ അതോറിറ്റി എംപ്ലോയീസ് ഒക്കെ പെടും, ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ. ഓക്കെ, ഇനി നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അവിടെയാണ് റൂൾ ഉള്ളത്. കൃത്യമായ റൂൾ മനസ്സിലാക്കണം. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അവിടെ രണ്ട് തരത്തിൽ വരാം. എംപ്ലോയീസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അങ്ങനെ ഒരു നിയമമുണ്ട്, ഗ്രാറ്റുവിറ്റി ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അത് പ്രകാരം കവേർഡ് ആണോ നോട്ട് കവേർഡ് ആണോ അത് ക്വസ്റ്റ്യനിൽ പറയും. ഈ എംപ്ലോയി വർക്ക് ചെയ്യുന്ന സ്ഥാപനവും അദ്ദേഹത്തിൻ്റെ ജോലിയും അതിൻ്റെ നാച്ചർ കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ അല്ലെങ്കിൽ നോട്ട് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ എന്നുള്ളത്. അപ്പോൾ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ അല്ലെങ്കിൽ നോട്ട് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ. ഇവിടെ രണ്ടും രണ്ട് നിയമമാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ എംപ്ലോയി കവേർഡ് ആണെങ്കിൽ, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം കവേർഡ് ആയ എംപ്ലോയി ആണെങ്കിൽ റൂൾ ഇതാണ്, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എമൗണ്ട് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് എന്നാണ്. 3 കാര്യങ്ങൾ പറയും, അതിലേറ്റവും ചെറുതേതാണോ അതാണ് എക്സംപ്റ്റഡ്. ഓക്കെ, എക്സംപ്റ്റഡ് മീൻസ് അത്രയും ഒഴിവാക്കി കൊടുക്കും എന്നർത്ഥം. അത്ര തുകയ്ക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല, അത്രയും ഗ്രാറ്റുവിറ്റി വാങ്ങിയതിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്, ബാക്കി തുകയ്ക്ക് ടാക്സ് കൊടുത്താൽ മതിയാകും. അപ്പോൾ നോക്കാം, റൂൾ ഇതാണ്. കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ ഗ്രാറ്റുവിറ്റി ടാക്സബിൾ ആവുന്ന റൂൾ ഇതാണ്. 15 days സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. 15 days സാലറി, 15 days സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. 3 കാര്യത്തിൽ ഏറ്റവും ചെറുതാണ് എക്സംപ്റ്റഡ്. അപ്പോൾ 15 days സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 15/26 ഓഫ് സാലറി ഡ്രോൺ ഓൺ ലാസ്റ്റ് മന്ത് എന്നാണ്. 15/26 ഒരു 4 days, ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ആയിരിക്കുമല്ലോ, അതായിരിക്കണം അതിൻ്റെ ലോജിക്ക്. അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ 15 days സാലറി കാൽക്കുലേറ്റ് ചെയ്യുക, ലാസ്റ്റ് മാസം വാങ്ങിയ സാലറിയുടെ 15/26 ആ ഒരു പോർഷൻ. ഓക്കെ, അതാണ് 15 days സാലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ചെയ്യാമെന്നുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. റൂൾ ഇങ്ങനെയാണ്, 15 days സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഒന്നാമത്തെ കാര്യം അതാണ്. 15 days സാലറി ഈസ് ഈക്വൽ ടു 15/26 ഓഫ് ലാസ്റ്റ് ഡ്രോൺ, ലാസ്റ്റ് മന്ത് സാലറി. ഓക്കെ, ഇനി ₹20 lakhs, അതൊരു ഫിക്സഡ് എമൗണ്ടാണ്. റൂളിൽ പറയപ്പെടുന്ന ഇൻകം ടാക്സ് ആക്ടിൽ ഫിക്സ് ചെയ്ത ഒരു എമൗണ്ടാണ് ₹20 lakhs. മൂന്നാമത്തത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഗ്രാറ്റുവിറ്റി എത്ര കിട്ടി എന്നുള്ളത്. ഓക്കെ, ഈ 3 എണ്ണവും കമ്പയർ ചെയ്യും. ഇതിലേറ്റവും ചെറുതേതാണോ അത് ഒഴിവാക്കി കൊടുക്കും. ഇനി ഇയാൾക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റിയാണ് ഏറ്റവും ചെറുതെങ്കിലോ അത് ഒഴിവാക്കും. ഓക്കെ, ഒരാൾക്ക് 10 lakhs ആണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് ലഭിച്ചതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും ചെറുത്. ഈ 3 കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ
അതാണ് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് ആൻസർ കിട്ടിയെങ്കിൽ എൻ്റയർ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ഇനി ഒരാൾക്ക് 25 lakhs ആണ് ഗ്രാറ്റുവിറ്റി കിട്ടിയതെങ്കിൽ 25 lakhs ഒഴിവാക്കി കൊടുക്കുന്നില്ല. കാരണം ലീസ്റ്റ് എന്ത് തന്നെയാണ് നിയമത്തിൽ പറയുന്ന 20 lakhs ആണ്. അപ്പോൾ 20 lakhs എക്സംപ്റ്റഡ് ആയിരിക്കും. ചുരുക്കത്തിൽ ഏറ്റവും ചെറുതേതാണോ, ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുതേതാണോ അത് എന്താണ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഒന്നാമത്തെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുള്ളൂ. 15 days സാലറി എന്ന് പറയുന്നത് ലാസ്റ്റ് മാസം വാങ്ങിയ സാലറിയുടെ 15/26 കാണുക. ഓക്കെ, ഇൻറ്റു 15 വരും. അപ്പോൾ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. എല്ലാം ക്വസ്റ്റ്യനിൽ കൃത്യമായിരിക്കും. ഈ റൂള് മാത്രം പഠിച്ചാൽ മതിയാവും. ഓക്കെ, ആദ്യമായിട്ട് റൂള് കേൾക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, എങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ കവേർഡ് ആണോ നോട്ട് കവേർഡ് ആണോ എന്ന് നോക്കുക. കവേർഡ് ആണെങ്കിലുള്ള റൂളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നോട്ട് കവേർഡ് ആണെങ്കിലോ എംപ്ലോയി, അതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ നോട്ട് കവേർഡ് അല്ല, കവേർഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കവേർഡ് ആണെങ്കിൽ ഇവിടെ പീരീഡ് ഓഫ് മോർ ദാൻ 6 months വിൽ ബി ടേക്കൺ ആസ് 1 year. ഓക്കെ, അതായത് ഒരാൾ എത്ര വർഷം ജോലി ചെയ്തു എന്നത് നോക്കിയിട്ടാണല്ലോ ഇവിടെ നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഗ്രാറ്റുവിറ്റിയുടെ അടിസ്ഥാനം തന്നെ അതാണ്, ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്. അപ്പോൾ 6 മാസത്തിൽ കൂടുതൽ മോർ ദാൻ 6 months വിൽ ബി ടേക്കൺ ആസ് 1 year. ഈ ഒരു കാര്യത്തിൽ എംപ്ലോയി കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ 6 മാസത്തിൽ കൂടുതലുള്ളത് 1 year ആയിട്ട് പരിഗണിക്കും. ഓക്കെ, 7 മാസം വർക്ക് ചെയ്തു ഒരാൾ, 20 വർഷവും 7 മാസവും വർക്ക് ചെയ്താൽ 21 വർഷം വർക്ക് ചെയ്തായിട്ടാണ് കണക്കാക്കുക. അതേപോലെ ഒരാൾ 12 വർഷവും 2 മാസവും വർക്ക് ചെയ്താൽ 12 വർഷമായിട്ടേ കണക്കാക്കൂ. അത് 13ലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. 6 മാസത്തിൽ കൂടുതലുള്ളതിനെ 1 വർഷമായിട്ട് പരിഗണിക്കും. എംപ്ലോയി ഈസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ. ഇനി ഒരു കാര്യം കൂടെ, സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ 15 days സാലറി എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ ഈ സാലറി മീൻസ് ഹിയർ ബേസിക് പേ പ്ലസ് DA പ്ലസ് കമ്മീഷൻ പഠനമെങ്കിൽ എന്താവണം? ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആയിട്ട് എംപ്ലോയർ ഫിക്സ് ചെയ്യണം. ആ രൂപത്തിലാണെങ്കിൽ കമ്മീഷനും പെടും. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ കൃത്യമായിരിക്കും, കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ റൂൾ പഠിച്ചാൽ മാത്രം മതി, എല്ലാ ഡീറ്റെയിൽസും ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തരും. ഇപ്പോൾ റൂൾ കേൾക്കുമ്പം ഇതെന്താ വലിയ സംഭവമാണെന്ന് വിചാരിക്കേണ്ട, വെരി സിമ്പിളാണ്. സാലറി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബേസിക് പേ, അടിസ്ഥാന ശമ്പളവും അതിൻ്റെ കൂടെ ഡിയർനെസ് അലവൻസ് സൂചിപ്പിച്ചിരുന്നു മുമ്പ്. ആ ഡിയർനെസ് അലവൻസ് ശേഷം നമ്മൾ ഇനിയും പഠിക്കും ഡിയർനെസ് അലവൻസിനെ കുറിച്ച്. അലവൻസ് പറയുമ്പോൾ പറയും. അപ്പോൾ ബേസിക് സാലറിയും അതേപോലെ തന്നെ ഡിയർനെസ് അലവൻസും അതേപോലെ കമ്മീഷനും ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആണെങ്കിൽ മാത്രം കമ്മീഷൻ പെടും. അതൊക്കെ ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പോൾ ഈ 3 എണ്ണമാണ് ഇവിടെ സാലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എംപ്ലോയി നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്, നോട്ട് കവേർഡ് ആണ്, അതാണ് നോക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നോ പ്രോബ്ലം, എൻ്റയർ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് വിൽ ബി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. എന്നാൽ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹം കവേർഡ് ആണോ നോട്ട് കവേർഡ് ആണോ നോക്കണം. ഈ ആക്ട് പ്രകാരം, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം കവേർഡ് ആണോ നോട്ട് കവേർഡ് ആണോ നോക്കണം. അപ്പോൾ കവേർഡ് ആണെങ്കിലുള്ള റൂൾ നമ്മൾ പറഞ്ഞു. ഇനി നോട്ട് കവേർഡ് ആണെങ്കിൽ എന്താണ് റൂള്? ഇതേപോലെ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എമൗണ്ട് ഈസ് എക്സംപ്റ്റ് തന്നെയാണ്. ടാക്സിൻ്റെ ഒരു സ്വഭാവമാണ്, കുറച്ച് കാര്യങ്ങൾ തരും, എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ചെറുത് ഏതാണോ അത് ഒഴിവാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഏറ്റവും വലുത് ഏതാണോ അത്, അങ്ങനെ ആ രൂപത്തിലുള്ള ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് എന്നുള്ള റൂളാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ നോക്കും, കമ്പയർ ചെയ്യും. അതിലേറ്റവും ചെറുതിനെ ഒഴിവാക്കി കൊടുക്കും. അപ്പോൾ 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് ഹാഫ് മന്ത് സാലറി ഫോർ ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ് എന്നാണ്. ഹാഫ് മന്ത് സാലറി, നേരത്തെ പറഞ്ഞ 15 days സാലറി എന്നത് ഹാഫ് മന്ത് സാലറി അല്ല. 15 days സാലറി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു 15/26 ആണ്. എന്നാൽ ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്, എന്ന് പറഞ്ഞാൽ 15/30 ആണ്. അതാണ് വ്യത്യാസം. നോട്ട് കവേർഡ് ആണെങ്കിൽ ഹാഫ് മന്ത് സാലറി എന്നാണ് നമ്മൾ പറയുക, അല്ലാതെ 15 days സാലറി എന്നല്ല. കവേർഡ് ആണെങ്കിൽ 15 days സാലറി എന്നാണ് റൂളിൽ പറയാം. ഓക്കെ, വ്യത്യാസമുണ്ട്. 15 days സാലറി എന്ന് പറഞ്ഞാൽ 15/26. ഹാഫ് മന്ത് സാലറി എന്ന് പറഞ്ഞാൽ
15/30, അപ്പോൾ 1/2. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ കാണുന്നുള്ളതാണ്. അത് കാണുന്നത് ഹാഫ് മന്ത് സാലറി കാണുന്നത് ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഫോർ 10 months പ്രൊസീഡിങ് ദ റിട്ടയർമെൻറ്റ്. റിട്ടയർ ചെയ്യുന്നതിൻ്റെ 10 മാസം ഉള്ള, അതിന് തൊട്ട് മുമ്പുള്ള 10 months 10 മാസത്തെ ആവറേജ് സാലറി കാണുക. അതാണ് ഇവിടെ ഹാഫ് മന്ത് സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കാണാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കാര്യത്തിൽ നോ പാർട്ട് ഓഫ് ഇയർ ഷാൾ ബി കൺസിഡേർഡ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു മോർ ദാൻ 6 months വിൽ ബി ടേക്കൺ ആസ് 1 year എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ എന്താണ് പറയേണ്ടത്? മോർ ദാൻ 6 months വിൽ നോട്ട് ബി ടേക്കൺ ആസ് 1 year. ഇവിടെ എവരി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസാണ്. കംപ്ലീറ്റഡ് ഇയേഴ്സ് മാത്രമേ പരിഗണിക്കൂ. ഒരാൾ 12 വർഷവും 9 മാസവും വർക്ക് ചെയ്താൽ 12 വർഷമായിട്ട് തന്നെ പരിഗണിക്കൂ. പക്ഷേ കവേർഡ് ആയിരുന്നെങ്കിൽ 12 വർഷവും 9 മാസവും വർക്ക് ചെയ്താൽ അത് 13 വർഷമായിട്ട് കണക്കാക്കുമായിരുന്നു. എന്നാൽ ഇവിടെ എന്താണ്, നോ പാർട്ട് ഓഫ് ദ ഇയർ വിൽ ബി ടേക്കൺ എന്നാണ് റൂള്. ഓക്കെ, നോട്ട് കവേർഡ് ആണെങ്കിൽ. പിന്നെ ഒരു കാര്യം കൂടെ വ്യത്യാസം വരുന്നത്, സാലറി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബേസിക് പേ പ്ലസ് DA. പക്ഷേ DA പഠനമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയപ്പെടണം. ക്വസ്റ്റ്യനിലുണ്ടാവും ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ആ രൂപത്തിലുള്ള ഒരു നിർബന്ധ രൂപത്തിലുള്ളൊരു DA ആണെങ്കിൽ, അങ്ങനെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ DA ഇവിടെ എടുക്കാൻ പാടുള്ളൂ. അതേപോലെ കമ്മീഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിക്സ്ഡ് പെർസെൻറ്റേജ്, അതിൽ മാറ്റമില്ല. DAൻ്റെ കാര്യത്തിലാണ് ഇവിടെ മാറ്റം വരുന്നത്. ബേസിക് പേ ഏതായാലും ഉണ്ട്. ബേസിക് പേ പ്ലസ് DA പ്ലസ് കമ്മീഷൻ തന്നെയാണ് ഇവിടെയും. പക്ഷേ വ്യത്യാസം വരുന്നത് DA എന്താവണം, ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു സൂചന ലഭിക്കണം. എന്നാൽ മാത്രമേ DA ഇവിടെ നമുക്ക് സാലറിയിൽ പെടുത്താൻ പറ്റൂ. അതേപോലെ കമ്മീഷനും ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ദ എംപ്ലോയി ആവണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ചെയ്യേണ്ടത്, നോട്ട് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ആക്ട് ആണെങ്കിൽ, ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ ഹാഫ് മന്ത് സാലറി കാണും. ഈ പറഞ്ഞതുപോലെ റിട്ടയർ ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള 10 മാസത്തെ ആവറേജ് സാലറി എടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വ്യക്തമാകും. പിന്നെ ₹20 lakhs നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, അതിൽ മാറ്റമില്ല. അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. അതേപോലെ ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ്ഡ്, ആക്ച്വലി ഇയാൾക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി, ഇത് മൂന്നും കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ലെസ് വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അതാണ് റൂള്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒരു 3-4 പ്രോബ്ലം ചെയ്യുമ്പോഴേക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിക്കൊള്ളും. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നതോടെ റൂള് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ആദ്യമായിട്ട് ഗ്രാറ്റുവിറ്റി ടാക്സബിൾ ആണോ എന്ന് തീരുമാനിക്കുന്നതിന് നമ്മൾ നോക്കേണ്ടത് ഈ എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, വെരി സിമ്പിൾ. എൻ്റയർ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഇനി നോൺ ഗവൺമെൻറ് ആണെങ്കിലാണ് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ തന്നെ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ അല്ലെങ്കിൽ നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ എന്ന് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ റൂൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലമായിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ്.